ഞാനിപ്പോൾ ഉള്ളത് പൊയ്ക്കാട്ടിരി പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളുണ്ടല്ലോ, റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ കുട്ടികളെ വിശേഷം നമുക്കറിയാം, ഈ ഒരു സ്കൂളിനെ കുറിച്ചിട്ടും നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് പോയി നോക്കാം. ഇവിടുത്തെ കുട്ടികളെ കാണണമെന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇന്ന് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളുടെ അടുത്ത് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് നോക്കാം. ഇത് കണ്ടല്ലോ, അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ വന്നപ്പോൾ. വന്ന് കയറുമ്പം തന്നെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കുട്ടികളുടെ അടുത്ത് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അവരെന്തൊക്കെയാണ് ഇവിടെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്. ധാരുണ്ടാക്കാൻ പഠിപ്പിച്ചത് ചേച്ചിയോ? വട്ട അതായിട്ട് എന്താ ഉണ്ടാക്കണത്? ചവിട്ടിയോ? ചവിട്ടി. ഇങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും? ചവിട്ടിയും പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി തരും? ഒരാള് മുടഞ്ഞിരും, ഒരാള് തുന്നും. ഇങ്ങനെ വേറെന്താ ഉണ്ടാക്കിയ? പൂവ് ചെന്നത്തിരി ഉണ്ടാക്കും. അവിടെ ഉണ്ടോ ചെന്നത്തിരി ഉണ്ടാക്കിച്ചുണ്ടോ? ഉണ്ടോ ചെന്നത്തിരി? ഉണ്ടോ? തുടങ്ങിയിട്ടുള്ളൂ. പിന്നെന്താ ഉണ്ടാക്കുക? പാരറ്റിനുണ്ട പേരെന്തായിട്ട്? അഡ്രസ് ചെയ്ത് തരും. പേര് എഴുതാനും വായിക്കാനൊക്കെ അറിയാം? പത്രം വായിക്കാൻ അറിയോ? ഇല്ല. മലയാളം അറിയില്ല? ഇംഗ്ലീഷ് അറിയോ? ടീച്ചർ പഠിപ്പിച്ചു തരും. എന്തൊക്കെ പഠിപ്പിച്ചു തരും ടീച്ചർ? മലയാളം ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചു തരും. ഇപ്പൊ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയോ? പേര് എഴുതാൻ അറിയും. പിന്നെ മലയാളത്തിൽ എഴുതാൻ അറിയും. അഡ്രസ് എഴുതാൻ അറിയോ? ഈ ബോർഡുകളൊക്കെ വായിക്കാൻ അറിയോ? കുറച്ചൊക്കെ അറിയും. ബസ്സിന്റെ ബോർഡൊക്കെ വായിക്കാൻ അറിയോ? ഇല്ല. മലപ്പുറം പെരിന്തൽമണ്ണയൊക്കെ അറിയും. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ചേച്ചിമാരുണ്ട്, കുട്ടികളുണ്ട്. നമ്മളെ ഈ ഒരു സ്കൂളത്തെ ഈ കുട്ടികളെ ടീച്ചർ, ഇവരെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പം ഞാൻ ടീച്ചറെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. ടീച്ചറിനെ പരിചയപ്പെടുത്തി തരും. എൻ്റെ പേര് സുലേഖ. പിന്നെ ഇവിടുത്തെ ടീച്ചറാണ്. അവരെ ബേസിക്കായിട്ട് കാര്യങ്ങൾ പിന്നെ അക്കാദമിക്കായിട്ട് അവരെ പേരും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതുപോലെ അവർക്ക് അഡ്രസ്സ് ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് തൊഴിൽ പരിശീലനത്തിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ചന്ദനത്തിരി കൊടുക്കുന്നുണ്ട്. പരിശീലനം തുടങ്ങിയിട്ടേ ഉള്ളൂ, സക്സസ് ആയിട്ടില്ല. അതിൻ്റെ പിന്നെ അതുപോലെ ചവിട്ടി വരെ തുന്നുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മുടെ രക്ഷിതാക്കളും കൂടി ചേർന്ന ക്ലീനിങ് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 7 ഐറ്റം ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ വിപണനം നടത്തുന്നത്. അതിലൊരു വരുമാനം അവർ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെ അതെല്ലാം റെഡി ആയി നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയാണ്. നമ്മളെ ഭരണസമിതിയാണ്. അവർ എല്ലാം ഏർപ്പാടാക്കി തന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ അത് കൊണ്ടുനടക്കുന്നത് നല്ല രീതിയിൽ തന്നെ. സാധനങ്ങൾ ഏകദേശം കഴിഞ്ഞ് രണ്ടാമത് ഇറക്കിയിട്ടുണ്ട്. വീണ്ടും ചെയ്യാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് അവരാണ് തുടക്കം കുറിച്ച് തന്നത്. പിന്നെ അതിന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആദ്യം 5 കുട്ടികളെ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 2017 സ്ഥാപനം തുടങ്ങിയത്. ഇന്ന് നമുക്ക് 36 കുട്ടികളുടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ 25 പേര് നമുക്ക് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ പഴയ ബിൽഡിങ്ങിലായിട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് 2 വർഷമായി. ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ട്. എങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ കൂടുതലും? ഒക്കെ ID കുട്ടികളാണ് കൂടുതലായിട്ടുള്ള. 2 ഓട്ടിസം കുട്ടികളും 1 ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് തവണ പറഞ്ഞു കൊടുക്കണം? അധികം മൈൽഡ് മോഡലിലുള്ള കുട്ടികളായതുകൊണ്ട് കൂടുതൽ സമയം അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇതാക്കണ്ട. എന്നാലും പെട്ടെന്ന് മനസ്സിലാവുന്ന കുട്ടികൾ തന്നെയാണ്. പ്രാക്ടിക്കലി പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അല്ല ഒരു 6-7 പേര് പെട്ടെന്ന് ഇതാക്കിയെടുക്കും. മറ്റുള്ളവർക്ക് സാവധാനം എടുക്കും. നമ്മൾ ജില്ലാ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ, അതല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണോ? ആദ്യം കൊണ്ടുവരുന്നു. ഇപ്പം നമുക്ക് പഞ്ചായത്ത് ഫുഡ് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട്. നമ്മളെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിലാണ് ഇപ്പോൾ ഫുഡ് നമുക്ക്
ടീച്ചറിന്. ഈ കുട്ടികളെ ടൂറൊക്കെ കൊണ്ടുപോകലുണ്ട്. ബുദ്ധിമുട്ട് തോന്നലുണ്ട് അവരെ ഹാൻഡിൽ ചെയ്യാൻ ഇല്ല പോകുമ്പോൾ? ഇല്ല ഇല്ല. ഇല്ല. ഇപ്പം അടുത്തൊന്ന് പോയി ആ. നമ്മൾ പിന്നെ കോഴിക്കോട് അകലാപ്പുഴയാണ് പോയത്. മെമ്പർമാരും പ്രസിഡൻ്റൊക്കെ പാടെ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചായത്താണ് അവരെ സ്പോൺസർ ചെയ്യുന്നത്. അതെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ടൂർ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പഞ്ചായത്ത് നല്ലൊരു കട്ട സപ്പോർട്ടാണ് അല്ലേ? എങ്ങനെയാണ് മെമ്പർമാരൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. ഉണ്ട്. എന്ത് നമ്മുടെ പറഞ്ഞാലും കോഴിക്കാട്ട് പഞ്ചായത്തിൽ ഉഷാറാണെന്ന് പറയാം. അതെ 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 സമിതി അതെ അതെ. അതന്നെ മതി. മാറണം നമുക്ക്. ഇല്ലല്ല നമ്മൾ കൂടെ ഇട്ട് അതാണ് സന്തോഷം. അല്ലേ? ഇങ്ങനത്തെ ഒരു കാര്യം കുട്ടികളെ കൊണ്ടുപോകുക ഇതാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യം. ബാക്കി നമുക്ക് കുട്ടികളുടെ അടുത്ത് ചോദിച്ചു ഇവിടെ എന്തൊക്കെയാണ് പിന്നെ ഇവർക്ക് ആക്ടിവിറ്റിക്ക് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്നുണ്ട് കുട്ടികളെ. ചില സമയം ഇപ്പോൾ ചൂടാണ്. സ്പോർട്സിലൊക്കെ സ്പോർട്സിൽ നമ്മൾ സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളതാണ് ഇവിടുന്ന് കിട്ടിയത്. കാരണം ഇതുപോലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാൻ ഒരു അവസരം, അവരെ ടൂർ കൊണ്ടുകൊണ്ട് അവരെ ഫുഡ് ഇതൊക്കെ നമ്മളെ പഞ്ചായത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? പിന്നെ നമുക്കറിയാലോ ഇതുപോലുള്ള കുട്ടികളെ അധികവും നമ്മൾ വീട്ടിലിരുത്തി അവരെ ഒരു പുറം ലോകം കാണാതെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വേറൊരു കണ്ണിലൊക്കെ ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെ പഞ്ചായത്ത് എന്ത് ചെയ്തു, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവർക്ക് ഇത്രയും ഒരുപാട് കഴിവുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ കുട്ടികളടുത്ത് ചോദിക്കാം അവർക്ക് എത്രത്തോളം ഇതിൽ ആ ഒരു സന്തോഷം നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മള് കുട്ടികളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്താണ് പേരെന്താണ്? ചായന. വീട് കട്ടിലശ്ശേരി. ഈ കുട്ടികളുമായിട്ടുള്ള സംസാരവും അവരെ പാട്ടും അതുപോലെ തന്നെ അവരുടെ ഡാൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു എപ്പിസോഡിൽ തീരുന്നില്ല. നെക്സ്റ്റ് ഇതിൽ കാണാം.